എല്ലാവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. NIOS 10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ 14ാമത്തെ അധ്യായമായിട്ടുള്ള പോപ്പുലേഷൻ അവർ ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് എന്നുള്ള അധ്യായമാണ് നമുക്കിനി ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എന്താണ് പോപ്പുലേഷൻ? ജനസംഖ്യ അല്ലേ? നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള അധ്യായത്തിലൂടെ പഠിക്കുമ്പോൾ ഈ ഒരു അധ്യായം നമുക്ക് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് പോപ്പുലേഷൻ? ജനസംഖ്യ എന്ന് പറയുന്നത് എന്താണ് അല്ലേ? ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ ആളുകളുടെ കണക്കിനെയാണ് നമ്മൾ ജനസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇപ്പോഴത്തെ ലോക ജനസംഖ്യയുടെ കണക്ക് എത്രയാണ്? 600 കോടിയിലധികം ഉണ്ട് അല്ലേ? 600 കോടിയിലധികം ജനങ്ങൾ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മളും ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനിയൊരു പാഠത്തിൽ പഠിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ കൂടിയും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനാവുള്ളൂ. ഓക്കെ, ഇന്ത്യയിലെ ജനസംഖ്യയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിലെ ജനസംഖ്യ ഒരു വലിയ പ്രശ്നമാണെന്ന് നിരവധി ആളുകൾ പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. നിങ്ങൾക്കും അതുപോലെ തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യ അല്ലേ 100 കോടിയിൽ കൂടുതലായിട്ടുണ്ട്. അതായത് ഏകദേശം 137 കോടി ജനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്നത്, ഇന്ത്യയിൽ ജീവിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? ജനസംഖ്യ ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതാനും ദശകങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ ജനസംഖ്യ ചൈനയിലെ ജനസംഖ്യയേക്കാൾ കൂടുതലായിരിക്കും. കാരണം എന്താ? ചൈനയിൽ അവരൊക്കെ ജനസംഖ്യ നിയന്ത്രിക്കുകയാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കെന്താണ്? ജനസംഖ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതാണ് നമ്മളുടെ ഈ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ. ഓക്കെ, അപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രമായി ഇന്ത്യ ഈ അടുത്ത കാലത്തായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ സമീപനത്തിലൂടെ വീക്ഷിക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ ഒരു ബാധ്യതയായി മാറുന്നുവെന്നും രാഷ്ട്രീയ വികസനത്തിനും രാഷ്ട്ര വികസനത്തിനും അതുപോലെ ആളുകളുടെ ഗുണനിലവാരത്തിനും ഒരു ഹാനികരമാണെന്നും പറയാറുണ്ട്. എന്നാൽ ഇത് ശരിയാണോ? ഈ ഒരു ചിന്താഗതി ശരിയുള്ള കാര്യമാണോ? ജനസംഖ്യ കൂടുന്നത് ആളുകളുടെ വികസനത്തിനും രാഷ്ട്ര വികസനത്തിനൊക്കെ തടസ്സമാവാറുണ്ടോ? എങ്ങനെയാണ്? നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലും ചിന്തിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇതൊക്കെ ഹാനികരമാകുന്നത്? ജനസംഖ്യ കൂടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? എങ്ങനെയാണ് എന്നൊക്കെ പരിശോധിക്കണം. കാരണം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ചിന്ത, ഒരു ടോട്ടൽ ഒരു ആശയം വേണം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ച്. അപ്പം ഈ ഒരു കാര്യത്തിൽ ജനസംഖ്യ നമുക്ക് മുതൽക്കൂട്ട് അല്ലേ? ജനസംഖ്യ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു അനുഗ്രഹമല്ലേ അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സഹായിക്കുന്ന, നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന അല്ലേ ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം ആളുകൾ കൂടുന്നത് മറ്റുള്ള ആളുകൾക്കും കൂടി അനുഗ്രഹമല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വലിയ സമ്പത്തല്ലേ? മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് ലോക രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ്. ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അതിന് സഹായകരമായിട്ടുള്ള ഘടകങ്ങൾ ഇന്ത്യയിൽ യുവജനങ്ങളും അഭ്യസ്ത വിദ്യരും ഉണ്ട് എന്നുള്ളതാണ്. മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുവാൻ അഥവാ എത്തുവാൻ സാധിക്കുന്നത് ഇവിടുത്തെ അഭ്യസ്ത വിദ്യരും സാമ്പത്തിക ഉൽപാദന കാര്യത്തിൽ സമർത്ഥരായിട്ടുള്ള യുവാക്കളുടെ സമ്പത്തിലാണ്. നമ്മുടെ രാജ്യത്തിലെ വികസന കാര്യങ്ങളിൽ മാത്രമല്ല നിരവധി വിദേശ കാര്യങ്ങളിലും വികസനത്തിലും അവർ പങ്കുവഹിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യ നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പത്ത് തന്നെയാണ് അല്ലേ? നമുക്ക് ഏറ്റവും വലിയ കരുത്തുള്ളത് നമ്മുടെ ജനസംഖ്യയാണ്. ഇതില് ജനസംഖ്യ ബാധ്യതയല്ല, മറിച്ച് ഏറ്റവും വലിയ സമ്പത്ത് തന്നെയാണ്. ജനസംഖ്യ എങ്ങനെ രാജ്യത്തിലെ ഏറ്റവും വലിയ വിഭവം ആണ് എന്ന് ഈ ഒരു പാഠത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ഈ ഒരു അധ്യായം പഠിക്കുന്നത്. പലപ്പോഴും പലരും പറയുന്നത് പോലെ ജനസംഖ്യ ഒരു ബാധ്യതയല്ല, മറിച്ച് ജനസംഖ്യ ഒരു സമ്പത്താണെന്നുള്ള ധാരണയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ഒരു അധ്യായം പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിന്റെ കൂടെ പഠിക്കാൻ പോകുന്നത് നോക്കാം. ഒന്നാമതായിട്ട് ജനസംഖ്യ ഒരു പ്രശ്നമെന്ന നിലയിൽ സ്ഥിതി വിവര കണക്കുകൾ അപഗ്രഥിച്ചു പഠിക്കുവാനും ഒരു നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും മഹത്തായ സമ്പത്തായി മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്.
അതുപോലെ ജനസംഖ്യ ഒരു മാനവശേഷി വിഭവമായി മാറുന്ന ഘടകങ്ങൾ വിവരിക്കുവാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഉയർന്നതും മിതമായതും താഴ്ന്നതും നിരക്കിലുമുള്ള ജനസംഖ്യാ പ്രദേശങ്ങൾ തിരിച്ചറിയുവാനും ഭൂപടത്തിൽ അത് പ്രത്യേകം അടയാളപ്പെടുത്തുവാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു അധ്യായം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഭൂപടത്തിൽ ഓരോ കാര്യങ്ങളും നമുക്ക് അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ജനസംഖ്യ വ്യാപനത്തെ ജനസംഖ്യാ സാന്ദ്രതയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പഠിക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുവാൻ നമുക്ക് ഈ ഒരു അധ്യായം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ജനസംഖ്യ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്, നമ്മുടെ രാജ്യത്തിന് സമ്പത്താവുന്നത്? ജനസംഖ്യ ഒരു സമ്പത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സമ്പത്താവുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ഒക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക, അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു ടു ഓൾ.